ഏകദേശം ഏതാണ്ട് അടുത്ത റിസൾട്ട് കിട്ടും. ശരിക്കും എക്സാക്ട് റിസൾട്ട് അല്ല വരുന്നത്, പക്ഷെ ഏതാണ്ട് അടുത്ത റിസൾട്ട് കിട്ടും. ഒരു തമ്മിലോട് കിട്ടും, ഒരു ആവറേജ് ക്വിക്ക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. വളരെ മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും അറിയാൻ കഴിയില്ല, കാരണം സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷേ സാറ്റലൈറ്റിന്റെ സഹായം മാത്രമല്ല, അതിനു മുമ്പ് ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ള സോയിൽ ടെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാബേസിൽ എന്താണുള്ളത് അതും കൂടെ വെച്ചിട്ടാണ്. അതാണ് പറഞ്ഞത്. അതിൽ ഇപ്പൊ ഉള്ള സാറ്റലൈറ്റ് ഡാറ്റയും ആ ഡാറ്റയും കൂടെ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ഒരു കതിർ ആപ്ലിക്കേഷൻ നമ്മളിവിടെ കാണിക്കാതിരുന്നത് അതും ശരിക്കും മുഴുവനായിട്ടില്ല. ഇനി കുറെ അധികം കാണിക്കാനുണ്ട്, അല്ല ചെയ്യാനുണ്ട്. അതിൽ പല മോഡ്യൂൾസും വർക്ക് ചെയ്യാത്തതും ഇത് മാത്രമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് മനസ്സിലായത്, ഭാവിയിൽ കതിർ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവുക. ആ ആപ്പ് മാത്രമായിരിക്കും കർഷകർക്ക് ആവശ്യമുണ്ടാവുന്നത്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ആ രീതിയിലാണ് കാര്യം. അതിന്റെ ആ ആപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മളെ ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ അതായിരിക്കും ബേസ് ആയിട്ട് വരാൻ സാധ്യത. കതിർ ആപ്പ് ഓൾറെഡി ലോഞ്ച് ആണ്. പിന്നെ അത് മാത്രമല്ല, ശരിക്കും വേറെയും കുറച്ച് സോഫ്റ്റ്വെയർസ്, ഫാം എക്സ്റ്റൻഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഫാം എക്സ്റ്റൻഷൻ മാനേജർ എന്ന് പറഞ്ഞ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ ചെയ്തിട്ടുള്ള വേറൊരു ആപ്പ് ഉണ്ട്. അവിടെ ശരിക്കും നമുക്ക് എത്ര സ്ഥലമാണ്, അവിടെ സ്ഥലത്തിന്റെ ഘടന എന്താണ്, നമ്മുടെ ക്രോപ്പ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ വളം പ്രയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കൊരു ക്രോപ്പ് പ്ലാൻ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഞാൻ നിനക്ക് അയച്ചില്ല. ഞാൻ കുറച്ച് നെൽകൃഷി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അത്രയും അനുഭവമൊന്നുമില്ല. ഒരു ആണ് 2016 മുതലാണ് ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയത്. അപ്പം നമ്മൾ കൃഷി അതിനു മുമ്പ് ഞാൻ പല തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ടുള്ള ജോലിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സമയത്ത് അവർ പറയുക, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് സ്ഥാപനമാണെന്നിരിക്കട്ടെ. അപ്പോൾ ആ സ്ഥാപനം നമ്മളെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ട് അവർ സാധാരണ പറയാറ്, അടുത്ത 6 മാസത്തിൽ നിങ്ങൾ ഞങ്ങളുടെ റോ മെറ്റീരിയൽ പർച്ചേസ് 2% കമ്മിയാക്കി തരണം. അങ്ങനെ ഒരു ടാർഗറ്റ് തന്നിട്ടാണ് നമ്മൾ അടുത്ത 6 മാസത്തേക്ക് പണിയെടുക്കാൻ വിടുന്നത്. നമ്മൾ അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി, അത് ആളുകളെ ട്രെയിൻ ചെയ്ത് 6 മാസം കൊണ്ട് 2% ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കുന്നത്. ഓക്കെ, അടുത്ത ചിലപ്പോൾ ടാസ്ക് തരുന്നുണ്ടാവുക, ഇത്ര ലേബർ കോസ്റ്റ് കുറയണം, ലേബർ പാർട്ടിസിപ്പേഷൻ ഇത്ര കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് പറഞ്ഞിട്ട്, ഈ കൂട്ടണം എന്ന് പറയുന്നത് 10%, 20% അല്ല, 0.5%, 1%, 2% ഒക്കെയാണ് പറയാറ്. പക്ഷെ അതുകൊണ്ട് അവരുണ്ടാക്കുന്ന മെച്ചം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം ഇത് കോമ്പൗണ്ട് ചെയ്ത് പോകുന്നു. ഒരു പ്രാവശ്യം 2% കമ്മിയാക്കി കഴിയുമ്പം ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ ഇവർക്ക് ആ ശരിക്കും മെച്ചം പിന്നീട് ലൈഫ് ലോങ് ആണ് കിട്ടുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഞാൻ ആക്ച്വലി നെൽകൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കുക എങ്ങനെയാണ്, ഇതിന്ന് എങ്ങനെ കുറച്ചുകൂടെ മെച്ചമായിട്ട് പൈസ ഉണ്ടാക്കാമെന്നാണ് ആലോചിക്കുക. അങ്ങനെ ഞാൻ ആദ്യം നമ്മൾ പെട്ടെന്ന്, അതായത് ഈ പറയണ എടുത്തുചാട്ടക്കാരൻ അല്ലെങ്കിൽ വിവരം കൊണ്ട് പണി തുടങ്ങിയ ഒരുത്തൻ്റെ അബദ്ധം ചെയ്തായിരുന്നു. ആദ്യം നെൽകൃഷിയിൽ ഞാൻ ഒരു 17 പറ കണ്ടുണ്ടായിരുന്നു. അതിനകത്ത് മീനും നെല്ലും കൂടെ വളർത്തി. ആദ്യം കണ്ടത്തിൻ്റെ ഒരു ഭാഗത്തൊരു ചാലെടുത്തു, 1 മീറ്റർ ആഴവും 1 മീറ്റർ വീതിയുള്ള മറ്റേ ഹിറ്റാച്ചി കൊണ്ടുവന്നൊരു ചാലെടുത്തു. എന്നിട്ട് അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ നേരത്തെ കൂട്ടി വിട്ടു. എന്നിട്ട് അത്യാവശ്യം പഠിച്ചിട്ടായിരുന്നു ആ പരിപാടിക്ക് നിന്നത്. നമ്മളെ വയനാട് ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു കർഷകനുണ്ട്, അയാൾ കാലങ്ങളായിട്ട് മീനും നെല്ലും ഒരുമിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം അയാളെ ചെന്ന് കണ്ട് അയാളുടെ അടുത്തും കുറേ അറിവൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം വന്ന് ചെയ്തത്. ഞാറ് നട്ട് ഒന്ന് ഉറച്ച് വെള്ളം കയറ്റാൻ തുടങ്ങുന്ന സമയമായി കഴിഞ്ഞപ്പം നമ്മൾ മീനിനെ ഈ ചാലിൽ നിന്ന് തുറന്നിട്ടാണ് വെള്ളം കയറ്റിയത്. അപ്പോൾ വെള്ളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ മീനും നെല്ലും ആ ഒരു സീസൺ ഒരുമിച്ചാണ് വളർത്തിയത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി, പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കുടുങ്ങുമെന്ന്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കീടനാശിനി, കളനാശിനി, കുമിൾനാശിനി പോലുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ
ഞാൻ കുടുങ്ങി. കളനാശിനി അപ്ലൈ ചെയ്യേണ്ടി വരില്ല, കാരണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന മീൻ രണ്ടാണ്. ഒന്ന് കോമൺ കാർപ്പ് അല്ലെങ്കിൽ സൈപ്പർനസ് എന്ന് പറയുന്നൊരു മീനും ഗ്രാസ് കാർപ്പും കൂടിയിട്ടാണ് ഇട്ടത്. അവിടെ കള ഉണ്ടാവില്ല, ഉറപ്പാണ്. പക്ഷേ കീടനാശിനിയോ കുമിൾനാശിനിയോ കാര്യമായിട്ട് വന്നാൽ ഞാൻ പെട്ടു. ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിയിരിക്കാനേ പറ്റുള്ളൂ, കാരണം അടിയിൽ മീനാണ്. അങ്ങനെ ആ വർഷം പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ അടുത്ത വർഷത്തേക്ക് ഞാൻ തീരുമാനിച്ചു ഇത് വേണ്ട. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പം ഞാൻ പിന്നെ അടുത്ത വർഷം ട്രൈ ചെയ്തത് താറാവാണ്. താറാവും നെല്ലും കൂടെ നമ്മൾ ആലോചിച്ചപ്പം ശരിക്കും താറാവും നെല്ലും കൂടെ ഒരുമിച്ച് നിൽക്കൂലേ? ഒന്ന് പോസ് ചെയ്യണേ. അപ്പോൾ താറാവും നെല്ലും കൂടെ ഒരുമിച്ചാണെങ്കിൽ ശരിക്കും നല്ലതായിരിക്കുമല്ലേ? അങ്ങനെ പിന്നെ നമ്മളൊരു കാര്യം പെട്ടെന്ന് ആലോചിച്ചത് എന്താണെന്ന് ആലോചിക്കുമ്പം വേഗം ചെയ്യണമെന്ന് എന്താ, ഗൂഗിൾ എടുത്ത് നോക്കും, ഇതെന്താണെന്ന് നോക്കും. നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ജപ്പാനിൽ ഒരു കർഷകനുണ്ട്. അയാളുടെ പേര് എൻ്റെ വായിൽ കൊള്ളാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഡക്ക് റൈസ് ജപ്പാൻ എന്ന് സെർച്ച് ചെയ്താൽ ഇയാളുടെ കഥ വരും. അയാൾക്ക് അവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു ഓണററി PhD ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിന്. 6 ഏക്കർ സ്ഥലത്ത് നെല്ലും താറാവും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്തതിനാണ് പുള്ളി ചെയ്യുന്നത്. അങ്ങനെ ഞാനും ശ്രമിച്ചു. 64 താറാവ് ഈ റോഡ് സൈഡിൽ വിൽക്കാൻ വരുന്ന തമിഴിൻ്റെ അടുത്ത് ഞാൻ 64 താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങി പാടത്ത് വിടാൻ തുടങ്ങി. ഡെയിലി ഇത് 2 3 4 വെച്ച് ചത്തു പോകാൻ തുടങ്ങി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു 14 താറാവ് രക്ഷപ്പെട്ടു. പക്ഷെ അതിന് ഒരു കാര്യം മനസ്സിലായി, കീടങ്ങൾ ഉണ്ടാവില്ല, കള നന്നായിട്ട് കുറയും. അപ്പോൾ അടുത്ത സീസണിൽ ആവുമ്പോഴത്തേക്കും ഞാൻ നീരണത്ത് പോയി അവിടെ ചെന്ന് കണ്ട് താറാവിനെ എങ്ങനെ വളർത്താമെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഈ ജനിച്ച ഉടനെ താറാവിനെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടാൽ താറാവ് ചത്തുപോകും. താറാവിന് ട്രെയിൻ ചെയ്യണം. ആദ്യത്തെ 15 ദിവസം ബ്രൂഡ് ചെയ്യണം, ചൂട് കൊടുക്കണം. 16ാമത്തെ ദിവസം തൊട്ട് വെള്ളത്തിൽ വിട്ടിങ്ങനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ പുള്ളി ആക്ച്വലി വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. എന്ന് വെച്ചാൽ താറാവ് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നതെന്ന്. വെള്ളത്തിലിറക്കും, എന്നിട്ട് കൊത്തി വേഗം കയറ്റും, പിന്നെ ഇറക്കും. അങ്ങനെ പല വട്ടമാണ്. നമ്മളും അതുപോലെ ശരിക്കും നമ്മുടെ അസോള വളർത്താനായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കാറില്ലേ, അതുപോലെ വെച്ചിട്ട് താറാവ് കുഞ്ഞുങ്ങളെ വിടും. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പം, ഒരു 5 മിനിറ്റിൽ താഴെ ആകുമ്പം ഒരു സൈഡ് തുറന്ന് വിട്ടാൽ വെള്ളം മുഴുവൻ അങ്ങ് പോകും. ഇവർ ഉണങ്ങിക്കഴിഞ്ഞ് വീണ്ടും ചെയ്യും. അങ്ങനെ 4-5 ദിവസം ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പാടത്ത് വിട്ടു. ആ വർഷം ശരിക്കും മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു 5% കുറവായിരുന്നു നമുക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ പതുക്കെ പഠിച്ച് വന്ന് 1 ഏക്കറിൽ ഒരു 40 താറാവിനെ വരെ വിടാമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ മങ്കരയിലും കൊടുവായൂരും കൃഷി ചെയ്തത് താറാവും നെല്ലും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ശരിക്കും 4 ഗുണമുണ്ട്. ഒന്ന്, കീടങ്ങൾ വളരെ കുറവായിരിക്കും, റാദർ ഉണ്ടാവില്ല, മുഞ്ഞ വരെ ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കതിര് വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ താറാവിനെ പിൻവലിച്ചില്ലെങ്കിൽ കതിര് ഇവർ ചാടി കടിച്ച് തിന്നോളും. അപ്പം എന്നിട്ടും മുഞ്ഞ പോലും വരുന്നില്ല. അപ്പം മേ ബി ഇതിൻ്റെ ലാർവ ഈ വരമ്പിൽ കിടക്കുന്നതിനൊക്കെ ഇവന്മാർ തിന്നുന്നതുകൊണ്ടായിരിക്കും. സംഭവം എന്തായാലും കീടങ്ങൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് കള നന്നായി കുറയും. താറാവിനെ കൂട്ടിൽ കയറ്റും, വൈകിട്ട് തീറ്റ കൊടുക്കും. വൈകിട്ട് മാത്രം നമ്മൾ തീറ്റ കൊടുക്കുള്ളൂ, വൈകിട്ട് കൂട്ടിൽ കയറ്റും. അപ്പോൾ അത് ട്രെയിൻ ചെയ്യാനൊരു സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ ഞാറ് നട്ട് ഉടനെ താറാവിനെ വിടാൻ പറ്റില്ല, ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടേ വിടാൻ പറ്റുള്ളൂ. അപ്പോഴും വലിയ താറാവിനെ വിടാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഒരു 20-25 ദിവസം പ്രായമുള്ള താറാവ് കുട്ടികളെയാണ് വിടുക. എന്നിട്ട് തുടക്കത്തിൽ നല്ല മെനക്കേടാണ്. കാരണം ഇതിൻ്റെ കൂടെ നിന്ന് ഒരു കണ്ടം കഴിഞ്ഞ് അടുത്ത കണ്ടത്തേക്ക് കയറാൻ ഇതിനെ പഠിപ്പിച്ച് കൊടുക്കണം, ഒരു 4-5 ദിവസം. എന്നിട്ടൊരു 4-4:30 മണിക്ക് നമ്മളിതിനെ ആട്ടി കയറ്റാൻ തുടങ്ങും. ആദ്യത്തെ ദിവസമൊക്കെ ശരിക്കും 1 മണിക്കൂർ മെനക്കേടാണ് ഇതിനെ ആട്ടി ഒന്ന് കൂട്ടിലെത്തിക്കാനായിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളുമായിട്ടൊന്ന് കാര്യങ്ങൾ ചിട്ടയായി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ശരിക്കും ട്രാഫിക് സിഗ്നൽ പോലെയാണ്. ഇങ്ങോട്ട് കൈ കാണിച്ചാൽ അവർ ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് കൈ കാണിച്ചാൽ ഇങ്ങോട്ട് തിരിയും. ഒരെണ്ണം പോയാൽ അതിൻ്റെ പുറകെ കറക്റ്റായിട്ട് പൊയ്ക്കോളും. അങ്ങനെ 4:30 ആകുമ്പോഴത്തേക്കും കൂടുതൽ തീറ്റ സെറ്റ് ചെയ്തിട്ട് നമ്മളിവരെ ആട്ടിക്കയറ്റും. ഒരാഴ്ച ആ മെനക്കേട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് രാവിലെ തുറന്ന് വിട്ടിട്ട് പിന്നെ വൈകിട്ട് നമ്മളില്ലെങ്കിലും ഇവർ കൃത്യമായിട്ട് കൂട്ടിക്കയറും. അങ്ങനെ ഈ സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയ സമയത്ത് ശരിക്കും ഒന്ന് ഞാൻ പറഞ്ഞു, കീടങ്ങൾ ഉണ്ടാവില്ല, കള ഉണ്ടാവില്ല, കള ഉണ്ടാവില്ല, മണ്ണിളക്കിക്കൊണ്ടിരിക്കും, ഫുൾ ടൈം മണ്ണിളക്കിക്കൊണ്ടിരിക്കുമ്പം ശരിക്കും എയറേഷൻ കൂടും, ചെനപ്പ് കൂടും. പിന്നെ ഒരു 60 ദിവസത്തോളം സമയം ഈ താറാവ് അതിനകത്ത് കാഷ്ടിക്കുന്നുണ്ട്. നമ്മൾ താറാവിന് കൊടുക്കുന്ന തീറ്റ മീൻ വേസ്റ്റും പിന്നെ ഈ കോഴിത്തീറ്റയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വളമാണത്. അപ്പം ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നതുകൊണ്ട് ശരിക്കും മെച്ചപ്പെട്ട രീതിയിൽ വിളവും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെയൊക്കെ തോൽപ്പിച്ചിട്ട് ഇപ്പം ഇതാ കാണുന്നത് ആക്ച്വലി ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അവർ
ഒരു താറാവ് മതി മൊത്തം പാടം നോക്കാനുള്ള രീതിയിൽ ഒരു താറാവിനെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിസാൻ എന്ന് പറയുന്ന കമ്പനി നിങ്ങളൊക്കെ പരിചയം ഉണ്ടാവും, കാർ ഉണ്ടാക്കുന്ന കമ്പനി അല്ലേ. അവരുണ്ടാക്കിയ ഒരു താറാവാണ്. ഒന്ന് പ്ലേ ചെയ്യാമോ? ആ ഒരു ഭാഗം മാത്രം കാണിച്ചാലോ. ഇതാണ് താറാവ്. അബോ ഒന്നിരിക്കാവോ? ഇല്ല. Organic rice farming does not use agricultural chemicals and മതി. gut can help deal with pests and weed. അപ്പം ഇങ്ങനെ നമ്മൾ ശരിക്ക് നേരത്തെ അരുൺ പറഞ്ഞൊരു സംഭവമുണ്ട്, നമുക്ക് എന്ത് ചിന്തിക്കാവോ അതിന് ശരിക്കും ഇന്നത്തെ അവസ്ഥയിൽ ടെക്നോളജി ഉപയോഗിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എന്ത് പ്രശ്നം പറഞ്ഞാലും അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഉടനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അതിന് കാരണം സാമ്പത്തികമായിട്ട് അത് വയബിൾ ആവുക എന്നുള്ളതും പിന്നെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സമയം എന്നുള്ളതാണ്. രണ്ടാമത്, ഇന്ന് നമുക്കിത് വളരെ പ്രസക്തമാണ്. ഞാൻ ഈ കഥ പറയുന്നത് 2017 മുമ്പാണെങ്കിൽ അത് പ്രസക്തമല്ല. അതിന് കാരണം 2017 മുമ്പ് നമ്മുടെ ഇവിടെ എല്ലാവരുടെ കയ്യിലും ഇത്രയും ആൾക്കാരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല. സ്മാർട്ട് ഫോൺ പോപ്പുലറായത് ശരിക്കും പറഞ്ഞാൽ ജിയോ വന്നതിന് ശേഷമാണ്. കാരണം നല്ല 1000-1500 രൂപ ഡാറ്റ ഉപയോഗിക്കുന്നവർ 1000 രൂപയോളം ബില്ല് കൊടുത്ത സമയത്ത് 150 രൂപയ്ക്ക് ആ പരിപാടി കൊണ്ടുവന്ന് ഇത് എല്ലാവരുടെ കയ്യിലും എത്തിച്ചത് അവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ അവർ തന്നെ ചെയ്തില്ലെങ്കിലും വീട്ടിലുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് അവർ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു IT സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ആപ്പ് ഒരു സൊല്യൂഷനായിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കർഷകരിലേക്ക് എത്താനും കർഷകർ അത് ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ മെച്ചപ്പെട്ട് ചെയ്യാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. നമ്മൾ ആ IoT ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇക്രോപ്പ് എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അത് ഒരു പഞ്ചായത്തിൻ്റെ കാലാവസ്ഥ മുഴുവൻ മോണിറ്റർ ചെയ്ത് നമുക്ക് അപ്പം വിവരം തന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് IoT ഡിവൈസസ് പറഞ്ഞു മണ്ണിൻ്റെ ഘടന നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് വിവരം തരുന്നത്. ഇത് രണ്ടും കൂട്ടിച്ചേർന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഈ രണ്ട് വിവരവും ഈ പറയുന്ന കൃഷിഭവനോ അല്ലെങ്കിൽ കർഷകരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു പ്രൊഡ്യൂസർ കമ്പനിക്കോ കിട്ടുവാണെങ്കിൽ ആ പ്രദേശത്ത് കൃഷിയിൽ എന്തൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഈ പറയുന്ന ഏജൻസീസിന് പറയാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കൃഷി അനുയോജ്യമാണോ? പണ്ട് അനുയോജ്യമായിരിക്കും, കാലാവസ്ഥ മാറി, സാഹചര്യം മാറി, എല്ലാം മാറി അല്ലേ. അപ്പം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കോറ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, തേന കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? അതിന് കാരണം ആക്ച്വലി അവിടുത്തെ സാഹചര്യം മാറി എന്നുള്ളതാണ്. പണ്ട് വെള്ളം കിട്ടാതിരുന്ന പല സ്ഥലത്തും ഇന്ന് ഇറിഗേഷൻ വന്നു. രണ്ടാമത്തേത് സാധനങ്ങളുടെ വിലയും ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ഒക്കെ മാറി. പിന്നെ കോട്ടായി മാത്തൂർ ഭാഗത്ത് നന്നായിട്ട് ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്ന് അവിടെ ഒരു ചക്കരവള്ളി ഉണ്ടാവില്ല. കാരണം എന്താ? കാട്ടുപന്നി. സോ എല്ലാം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറണം, എങ്ങനെ മാറണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒരു കർഷകന് ഡിസിഷൻ എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് അതാത് സ്ഥലത്തെ കൃഷിഭവനുകളും ഈ പറയുന്ന കാർഷിക സൊസൈറ്റികളും അല്ലെങ്കിൽ കർഷക പ്രൊഡ്യൂസർ കമ്പനികൾക്കും ചെയ്യാൻ പറ്റും. അതിനാവശ്യമുള്ള വിവരം ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ നിന്ന് ഈ പറയണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ IT സാങ്കേതിക വിദ്യ, മൊബൈൽ ആപ്പുകൾ എല്ലാം നിങ്ങൾ കുറച്ചൊക്കെ തലയിൽ കേട്ടുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നുണ്ടാവും അല്ലേ. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ ചെയ്തില്ലയോ, നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ബാബോട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, മിക്ക ആൾക്കാരും എന്തെങ്കിലും വേറെ തൊഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കച്ചവടക്കാരനാണെന്നിരിക്കട്ടെ, നിങ്ങൾ അന്നന്ന് ദിവസത്തെ കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാതെ നിങ്ങൾക്ക് ആ തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അന്നന്ന് ചെയ്യുന്നത് എഴുതി വേറൊരാളെ ബോധിപ്പിക്കാനുണ്ട്. അതിനെഴുതിയേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ തന്നെ ഇന്ന ദിവസം എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എഴുതി വച്ചേ പറ്റുള്ളൂ. വേറെ ഒരു കച്ചവടവും ഇല്ല കണക്കെഴുതാതെ. ഒരു പെട്ടിക്കട മുതൽ അങ്ങ് ടാറ്റ കാറുണ്ടാക്കുന്നത് വരെ അന്നുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് എഴുതി പോയിട്ടാണ്. ഞങ്ങൾ ഈ സംഭവം ചെയ്തു തുടങ്ങിയ സമയത്ത് കർഷകന് കണക്കെഴുതാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ ഒരു സാധനമില്ല. ശരിക്കും നിങ്ങൾ ഗൂഗിൾ എടുത്ത് വെച്ചിട്ട് സെർച്ച് ചെയ്യുക, ബുക്ക് കീപ്പിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ,
ഒരു 50 എണ്ണമെങ്കിലും കിട്ടും. ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള കമ്പനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള 50 എണ്ണമെങ്കിലും കിട്ടും. അതിൻ്റെ കൂടെ ഒരു കീവേഡ് ആഡ് ചെയ്യുക, ഫോർ ഫാമേഴ്സ് അല്ലെങ്കിൽ ഫോർ അഗ്രികൾച്ചറിന്, ഒന്നും കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു രാജ്യത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു 46% തൊഴിലാളികളുള്ളത് കാർഷിക മേഖലയിൽ, 60% ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത് കാർഷിക മേഖലയിൽ. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കർഷകർക്ക് വേണ്ടിയിട്ടില്ല? കാരണം നമ്മൾ ആവശ്യപ്പെടുന്നില്ല, നമ്മൾ കണക്ക് എഴുതുന്നില്ല. എഴുതുന്നുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ ബുക്കിലുള്ള സാധനം നിങ്ങൾ ബുക്കിലാക്കണ്ട, ഇപ്പോൾ സിസ്റ്റത്തിലാക്ക്, മൊബൈലിലാക്ക്, അത് കുറേ കൂടെ എളുപ്പമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കർഷകൻ കണക്കെഴുതാത്തത് എന്തുകൊണ്ടാണ്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കർഷകൻ കൃഷി ചെയ്യേണ്ടത് ചാരിറ്റിക്കല്ല, കർഷകൻ കൃഷി ചെയ്യേണ്ടത് ഒരു മതമായിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസമായിട്ടോ അല്ല ചെയ്യേണ്ടത്. കർഷകൻ പൈസ ഉണ്ടാക്കാൻ തന്നെ കൃഷി ചെയ്യണം. അങ്ങനെയാണെങ്കിലേ കർഷകനും മെച്ചപ്പെടുള്ളൂ, സർക്കാരിനും ബാധ്യത കുറയുള്ളൂ, ഈ പറയുന്ന സമൂഹത്തിനും എന്തെങ്കിലും മെച്ചം ഉണ്ടാവുള്ളൂ. പൈസ ഉണ്ടാക്കാൻ തന്നെ കൃഷി ചെയ്യണം. നിങ്ങൾ 1 സെൻറ്റിലാണോ കൃഷി ചെയ്യുന്നത്, 10 സെൻറ്റിലാണോ കൃഷി ചെയ്യുന്നത്, 100 ഏക്കറിലാണോ കൃഷി ചെയ്യുന്നത്, നിങ്ങൾ കണക്കെഴുതി നോക്ക്. ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷി, പച്ചക്കറി കൃഷിയാണെങ്കിൽ പച്ചക്കറി കൃഷി, കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ച് നോക്കിയിട്ട് നിങ്ങളൊരു സീസൺ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഇതുകൊണ്ട് എന്തൊക്കെ മെച്ചമുണ്ടെന്ന്. ഒന്നാമത്തെ മെച്ചം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണത് ലാഭമാണോ നഷ്ടമാണോ എന്നറിയും. പ്രധാനമായിട്ട് അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴൊക്കെ എന്തൊക്കെ രീതിയിൽ പൈസ ആവശ്യമുണ്ട് ഈ സംഭവം ചെയ്യാനായിട്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. മൂന്നാമത് നമ്മൾ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ അത് നമ്മൾ അടുത്ത പ്രാവശ്യം തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മളിത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ മനസ്സിലാവുമോ? ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനമായിട്ടൊരു സംഭവമുണ്ട്. നമ്മുടെ കൃഷിയൊക്കെ ഉത്തമമാണെന്ന് തോന്നുന്നുണ്ട്. ഈൽഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ ഉമനെല്ല് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈൽഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുള്ള ഇവിടെ പൊതുവെ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈൽഡ് എത്രയാണ് ഒരു ഏക്കറയ്ക്ക്? 3000 കിട്ടി. 3000 കൂടുതൽ കിട്ടിയത് എനിക്ക് തന്നെ അറിയാം. ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ കൊടുവായൂർ, ആലത്തൂർ ഭാഗത്ത് 3000 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 3000 കിട്ടും, 4000 കിട്ടുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള കർഷകർക്ക് പല സ്ഥലത്ത് കേരളത്തിൽ തന്നെ 4000 കൂടുതൽ കിട്ടിയിട്ടുള്ള ചില പാടശേഖരങ്ങളുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലി ക്രോപ്പ് കട്ടിങ് ചെയ്ത് സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളുണ്ട്. അത് അവിടുത്തെ കാലാവസ്ഥയോ അവിടുത്തെ മണ്ണോ അവിടുത്തെ സാഹചര്യം മാത്രമല്ല, ആ സമയത്ത് എല്ലാം കൂടെ ഒത്തു വന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇത് തന്നെ വേറെ ഏതൊരു വ്യവസായത്തിലാണ് സംഭവിച്ചതെങ്കിലും അവർ ആ ഒരു സംഭവം പലവട്ടം അനലൈസ് ചെയ്യും. എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് അവർ അനലൈസ് ചെയ്യും. അതിൻ്റെ 10 ഇരട്ടി അവർ അനലൈസ് ചെയ്യും എന്തുകൊണ്ട് എനിക്കിതൊരു ബമ്പർ ക്രോപ്പായിട്ട് വന്നു എന്നുള്ളത്. നമ്മളോ ഇത് പടച്ചവൻ നന്നാണ്, ഇത് ഈ പ്രാവശ്യം എന്തോ ദൈവദീനം കൊണ്ട് എനിക്ക് 3000 കിട്ടി അല്ലെങ്കിൽ 3500 കിട്ടി എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് അങ്ങ് ഇരിക്കുന്നല്ലാതെ ഇത് എന്തൊക്കെ സാഹചര്യം ഒത്തു വന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് ഞാൻ നോക്കുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരു കണക്ക് എഴുതി വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്തു, ആരെക്കൊണ്ട് പണിയെടുപ്പിച്ചു, എന്ത് അങ്ങോട്ട് കൊടുത്തു, എത്ര കിട്ടി, എപ്പോൾ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ടൊരു കണക്കുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതെന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള അനലൈസ് ചെയ്യാൻ പറ്റും. അതിൽ 2-3 കാര്യങ്ങൾ ഗുണമുണ്ടാവും. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ശരിക്കും നമുക്ക് കൃഷി ഒരു വ്യവസായമായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്കൊരു ഉന്നതി ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇത് നമ്മളോടുകൂടി മണ്ണടിഞ്ഞു പോകും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇത് വിൽക്കാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ അതിനെ ട്രേസബിലിറ്റി എന്ന് പറയും. ട്രേസബിലിറ്റിക്ക് മലയാളത്തിൽ എന്താ പറയുക? ഓക്കെ. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഉണ്ടായെന്ന് കൃത്യമായിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റിയാൽ ഉറപ്പായിട്ടും അതിന് കൂടുതൽ വില തന്ന് വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പനീസ് തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കും. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി എന്ന് കൃത്യമായിട്ട് പറയാം, തെളിവോടുകൂടി പറയാൻ പറ്റുവാണെങ്കിൽ. ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്കെഴുതാൻ തയ്യാറാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി, ക്രിപ്റ്റോ കറൻസി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കുറച്ച് പേരെ കേട്ടിട്ടുണ്ടാവും. ആ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ചെയിനാണ്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഒരാൾക്കും തിരുത്താൻ പുറകിൽ പോയി കള്ളത്തരം കാണിച്ച് തിരുത്താൻ പറ്റാത്തൊരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റ് ഇന്നതാണെന്നും അത് വിശ്വാസ്യതയോടുകൂടി പറയാനും
അത് നാഷണൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിനൊരു വില കണ്ടുപിടിക്കാനോ നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഞാൻ ഇന്നതാണ് ചെയ്തതെന്ന് പറഞ്ഞ് ബോധിപ്പിക്കണം. അത് അതാത് സമയത്ത് പറഞ്ഞ് ബോധിപ്പിക്കണം. നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണോ എന്ന് ആർക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസർ കമ്പനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയാണ് ഞാൻ ഇന്ന് ഇന്ന വളം ഇട്ടു എന്ന്, പക്ഷെ പ്രൊഡ്യൂസർ കമ്പനിക്ക് അറിയാം നിങ്ങൾ ഈ വളമല്ല ആ വളമാണ് ഇട്ട്, കാരണം വളം തന്നതാരാ? കമ്പനിയാണ്. അപ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് എപ്പോഴും എങ്ങനെയാണ് നമ്മുടെ വിളവ് മെച്ചപ്പെടുത്തുക എന്നുള്ളത് നോക്കിയിരിക്കാൻ പറ്റും, അതിനനുസരിച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സഹായിക്കാൻ 19 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കാർഷിക മേഖലയിൽ കേരളത്തിൽ. ഇവർക്കൊക്കെ നിങ്ങളെ സഹായിക്കാനുള്ള ഡാറ്റ അപ്പം കിട്ടാൻ പറ്റും. ആ സഹായം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും, അവരുടെ അഡ്വൈസ് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾക്കപ്പം വിളവ് മെച്ചപ്പെടുത്താൻ പറ്റും, ഉണ്ടാക്കിയ സാധനം മെച്ചമായിട്ട് വിൽക്കാൻ പറ്റും, എപ്പോൾ എങ്ങനെ പൈസ വേണം എന്നുള്ളത് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഫണ്ട് ചെയ്യാനുള്ള ഏജൻസീസ് ഉണ്ടാവും. ഈ എല്ലാ സംഭവവും നടക്കും. നിങ്ങൾ കണക്കെഴുതി തുടങ്ങുക. ഒരു നോട്ട് പുസ്തകം വാങ്ങിച്ച് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുന്നത്, അത് ഞാൻ പറയുന്നത് 10 സെൻറ്റിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എഴുതും, 10 സെൻറ്റിൻ്റെ കാര്യം എഴുതും. 10 സെൻറ്റ് നിങ്ങൾക്ക് ചിട്ടയായിട്ട് ചെയ്യാൻ പറ്റുക. ഒരാൾക്ക് എത്ര നെൽകൃഷി ചെയ്യാൻ പറ്റും? അയാളുടെ തൊഴിൽ ഫുൾ ടൈം തൊഴിൽ നെൽകൃഷിയാണെങ്കിൽ അയാൾക്ക് എത്ര നെൽകൃഷി ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങളുടെ അടുത്താണ്, എലവഞ്ചേരിയിലൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രശാന്ത് എന്ന പേര്. MBA പഠിച്ചതാണ്, HP വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം, 6-7 വർഷം വർക്ക് ചെയ്തു. എന്നിട്ട് വിട്ടിട്ട് വന്നിട്ട് നെൽകൃഷി ചെയ്തായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 80-82 ഏക്കർ അവൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ ഒരു ദിവസം വന്ന് പറഞ്ഞത്, രജിഷയുടെ എനിക്ക് ഒരു 10 ഏക്കറിൽ കൂടുതലുള്ള അവിടെ എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ നിന്ന് 10-15 കിലോമീറ്റർ ചുറ്റളവിൽ പോയി വരാൻ പറ്റുന്ന സ്ഥലം, നല്ല വെളിച്ചമുള്ള വെള്ള സൗകര്യമുള്ള കൃഷി ചെയ്യാൻ പറ്റുന്ന നെൽപ്പാടങ്ങൾ എവിടെ ഉണ്ടെങ്കിലും പറഞ്ഞോ, എത്ര ഉണ്ടെങ്കിലും പറഞ്ഞോ, ഞാൻ എടുക്കാം. എന്നിട്ട് അവൻ അതിനൊരു കാരണം പറഞ്ഞായിരുന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ HP അവൻ ജോലി ചെയ്ത അതേ എഫേർട്ട് നെൽകൃഷിയിൽ എടുക്കണമെങ്കിൽ അവൻ്റെ കണക്ക് പ്രകാരം 200 ഏക്കറെങ്കിലും കൃഷി ചെയ്യണം. അതല്ലെങ്കിൽ ഇല്ല. കാരണം ഈ 80 ഏക്കർ കൃഷി ചെയ്യുന്ന അവൻ പറയണത് ഞാനൊരു ദിവസം ഒരു 2-3 മണിക്കൂറേ പണിയെടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള സമയം വെറുതെ ഇരിക്കുകയാണ്. എന്തിനാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്? അത് അവൻ മാത്രമല്ല, ഈ കൃഷി ചെയ്യുന്ന എല്ലാവരും അതാണ്. നമ്മൾ പാടത്തിറങ്ങി കിളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആ പറയുന്ന സംഭവം വേറൊരാളാണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിതിൻ്റെ മേൽനോട്ടം മാത്രം എന്ന് വെച്ചാൽ ശരിക്കും കർഷക തൊഴിലാളിയല്ല, കർഷകനാണെങ്കിൽ 10 ഏക്കർ കൃഷി ചെയ്യുന്ന ആൾ കൃഷി ചെയ്യുന്നില്ല ശരിക്കും. അത് വളരെ ചെറിയ ഭാഗമേ ചെയ്യുന്നുള്ളൂ. അത് ശരിക്കും അവൻ കാണിച്ചു തന്നതാണ്, ഞാൻ ഇത്രയേ പണി എടുക്കുന്നുള്ളൂ, എൻ്റെ ഇത്ര സമയം മതി ഈ പറയണ 80 ഏക്കർ ചെയ്യാനായിട്ട്. ഞാൻ ഈ പറയണ 8 മണിക്കൂർ എൻഗേജ് ചെയ്യണമെങ്കിൽ 200 ഏക്കറെങ്കിലും പണിയെടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിലേക്ക് പോവാം. ഒരു വർഷത്തിൽ ഒരു ഏക്കറിൽ 20,000 രൂപ മാത്രമാണ് ഒരു ഏക്കറിന് മിച്ചം കിട്ടുള്ളൂ എന്നിരിക്കട്ടെ. 200 ഏക്കറാണെങ്കിൽ എത്രയാണ് അതിന് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് ആലോചിച്ച് നോക്കുക. ടാക്സ് കൊടുക്കേണ്ട ഈ സാധനത്തിന്. ഒരു ഡാമേജ് ഉണ്ട്. ഈ നിങ്ങൾ വലിയ കൃഷി ചെയ്യുന്ന ആരെ വേണമെങ്കിൽ ചെന്ന് നോക്കിയോളൂ, അവരുടെ കണക്കിൽ അവരെത്രയാണോ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഒരു 10-15% എല്ലാ വർഷവും പോവും, ഒന്നും കിട്ടില്ല എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് അവർ ഈ സംഭവം ചെയ്യുന്നത്. സ്വന്തം സ്ഥലത്തിന് പോലും അവർ പാട്ടം കണക്കാക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന 50 ഏക്കർ 100 ഏക്കർ കൃഷി ചെയ്യുന്ന പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ 10 ഏക്കറെങ്കിലും ഉണ്ടാവും, 5-10 ഏക്കർ ഉണ്ടാവും. അവർ ആ 5 ഏക്കറിനും പാട്ടം കണക്കാക്കുന്നുണ്ട്. സ്വന്തം പേരിലുള്ള 5 ഏക്കറിനും പാട്ടം കണക്ക്, അവർ കച്ചവടമായിട്ടാണ് അതിനെ കാണുന്നത്. നമ്മളും അങ്ങനെ കണ്ടു കഴിയുമ്പം ഇന്ന് നിങ്ങൾ 1 ഏക്കറോ 2 ഏക്കറോ നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യവസായമായി മാറിക്കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു കച്ചവടമായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1 ഏക്കർ പോരാന്ന് തോന്നും. നിങ്ങൾ 10 ഏക്കറാക്കും, നിങ്ങൾ 100 ഏക്കറാക്കും. നിങ്ങൾ ഒരു യഥാർത്ഥ കർഷകനാവുന്നത് അപ്പോഴായിരിക്കും. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണക്കെഴുതുകയാണ്. അതിനുള്ള സിസ്റ്റംസ് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഉണ്ട്. ശരിക്കും ശ്രേയ അത് കാണിച്ചു തരാനിരുന്നതാണ്. പക്ഷേ 4 മണിക്ക് നമുക്ക് അവസാനിക്കണമെന്നും പറഞ്ഞതുകൊണ്ടും പിന്നെ അരുണിന് കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുള്ളതുകൊണ്ടും അത് കൺക്ലൂഡ് ചെയ്യുന്നത് അരുൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. ശരിക്കും ഈ പറയുന്ന ആപ്പുകളൊക്കെ നിങ്ങളിലേക്ക് വരും. അതിനെന്തായാലും ബാബുവേട്ടനും സ്വരൂപും മാഷും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ എന്തായാലും ഓരോ ഘട്ടത്തിലായിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് നിങ്ങളുടെ കൊട്ടയിൽ നിറയ്ക്കുന്നില്ല. ഓരോ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ ഇത്തരം ആപ്പുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ കൃഷി കച്ചവടം പോലെ ചെയ്യണം. നിങ്ങൾ ലാഭം ഉണ്ടാക്കാനായിട്ട് കൃഷി ചെയ്യണം.
ആ രീതിയിലേക്ക് നിങ്ങൾ മാറ്റാനുള്ള എല്ലാ സഹായവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിന് ശരിക്ക് ഒരു ആദ്യത്തെ ചുവടെന്ന നിലയ്ക്കാണ് ഈ പറയുന്ന ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്. ശരിക്കും പക്ഷേ നമ്മുടെ ആപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസ് ഞങ്ങളിവിടെ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മൾ ആപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്തായാലും ആപ്പ് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ചിട്ടയായിട്ട് ഉപയോഗിക്കാനുള്ളൊരു സംവിധാനവും കൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അരുണിലേക്കാണ് ഞങ്ങൾ രണ്ടുപേരും. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനോ അറിയാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ വരും. ഞങ്ങളിവിടെ പാലക്കാടുണ്ട്. ഞാൻ സ്വരൂപിനെയൊക്കെ എല്ലാ ദിവസവും കാണുന്നതാണ്, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണുന്നതാണ്. നിങ്ങൾ വിളിച്ചത്.